റവ കൊണ്ട് വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആട്ടോ. ഇനിയിപ്പോൾ തലേദിവസം മാവ് അരച്ച് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റ് ആരും ടെൻഷൻ അടിക്കണ്ട. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം. അരികൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. റവയ്ക്കനുസരിച്ചിട്ട് മാറ്റം വരും, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് എടുത്തോട്ടോ മാവ്, കാരണം റവ ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കാവും. ഇനിയിപ്പോൾ ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊന്നും വേണ്ട കേട്ടോ. അതിന് മുൻപ് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. മാവ് നല്ലോണം പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഓരോ തവി മാവായിട്ട് ചട്ടിയിൽ ഒഴിച്ച് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് പാലപ്പം റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ, സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. നമുക്ക് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിട്ടോ.